എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും അവരാണ്. സബ്സ്ക്രൈബ് ചെയ്തവർ അതിന് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, നിൽക്കണ അടിച്ചു വെക്കുക. നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പടപട എത്തുക. നമ്മുടെ വീഡിയോസൊക്കെ ചടപടയെന്ന് കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ചെയ്തിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ ഇടക്കിടക്ക് വന്ന് നമ്മുടെ വീഡിയോ ഒന്ന് കാണുക. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊക്കെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ സീരിയസ് ടോപ്പിക് എടുക്കുന്നില്ല എന്ന് പരക്കെ നമുക്കൊരു ചീത്ത പ്രചാരണം എന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുൾ സീരിയസ്. ഓക്കെ, എവരിബഡി സീരിയസ്. ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോന്നിയിൽ ഒരു MLA, ഈ MLA ഫോറസ്റ്റിൽ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ മോചിപ്പിച്ചു. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഈ സ്ഥലത്ത് സ്ഥിരമായി വന്യമൃഗങ്ങളുടെ അതിക്രമം വളരെ കൂടുതലാണ്. ഈ അതിക്രമത്തെ തുടർന്നിട്ട് അവിടെ ഒരാൾ കൃഷിക്ക് ഭൂമി എടുക്കുന്നു, അവിടെ ഇലക്ട്രിക് സോളാർ മറ്റേ ആന വന്ന കറണ്ട് അടിക്കുന്ന സാധനമൊക്കെ വെക്കുന്നു. അതിൽ ഷോക്ക് അടിച്ച് ഒരു ആന മരിക്കുന്നു. ആന മരിച്ച സാഹചര്യത്തിൽ ഫോറസ്റ്റുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. ഓൾറെഡി അവിടെ നാട്ടുകാർ പ്രശ്നമാണ്, വന്യജീവികളുടെ ആക്രമണം ഭയങ്കര കൂടുതലാണെന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ആന മരിക്കുന്നത്. ആന മരിച്ചപ്പോഴത്തേനും ഫോറസ്റ്റുകാർക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടായി. ഫോറസ്റ്റുകാർക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടായ സാഹചര്യത്തിൽ ഇവർ അവിടെ ഉള്ളൊരു ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വന്നു. അതായത് അവിടെ ഒരു സ്ഥലം പാട്ടത്തിനെടുത്തു നമ്മൾ പറഞ്ഞില്ലേ, അവിടെ സോളാറിൻ്റെ കമ്പി വലിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ടാണ് ഈ ആന മരിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ ആന ചരിഞ്ഞതെന്നുള്ളത് പ്രാഥമിക റിപ്പോർട്ടിൽ കിട്ടി. അപ്പോൾ അവിടെയുള്ള JCB ഓപ്പറേറ്ററായിട്ടുള്ള ഒരു തമിഴനെ ഈ പോലീസ് പിടിച്ചുകൊണ്ട് വന്നു. പോലീസ് സ്റ്റേഷനിൽ ഇട്ടു. പുള്ളിക്കാരൻ്റെ ഡ്രസ്സൊക്കെ അഴിപ്പിച്ച് പുള്ളിക്കാരനെ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ അവിടുത്തെ MLA, കോന്നിയിലെ MLA ശ്രീ KU ജനീഷ് കുമാർ, അദ്ദേഹം അങ്ങോട്ട് വരികയും അദ്ദേഹം വന്നപ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഇതുപോലെ പിടിച്ചുകൊണ്ടുപോയി. പുള്ളിക്കാരൻ നേരെ ഫോറസ്റ്റ് ഓഫീസിൽ പോയി ചോദ്യം ചെയ്ത് നമ്മുടെ ഈ പയ്യനെ പുള്ളിക്കാരനെ ഇറങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോയി. ഇതാണ് സംഭവം. ഇവിടെ നിന്നുള്ള MLA ആരാന്ന് പോലും അറിയത്തില്ല. അപ്പോഴാണ് ഇങ്ങനെയുള്ള MLAമാർ, കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന MLAമാരുണ്ട്. പക്ഷേ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ നമ്മൾ MLAയുടെ കൂടെ നിൽക്കണോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൂടെ നിൽക്കണോ എന്നുള്ള കാര്യത്തിൽ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടി വരും. നമുക്ക് ഏതായാലും MLA ഫോറസ്റ്റ് ഓഫീസിൽ പോയി കാണിച്ച സംഭവങ്ങൾ നമുക്കൊന്ന് കാണാം. നിങ്ങൾ നിയമപരമായിട്ടാണോ അയാളെ കസ്റ്റഡിയിൽ എടുത്തത്? അതെ, അന്ത്യ എന്നൊന്ന് കാണിക്കട്ടെ, നിയമപരമായിട്ട് കസ്റ്റഡി എടുത്തേണ്ട വിൻഡാസ് കൊണ്ടുപോകുക എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ CPIMന്റെ MLA ആണ്. അതായത് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA ഒരു ഫോറസ്റ്റ് ഓഫീസിൽ, അതായത് കേരളത്തിൽ തന്നെയുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് അദ്ദേഹത്തിന് അവിടെ ഇത്തരത്തിൽ രോഷാകുലമായി സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതിലേക്കൊക്കെ നമുക്ക് വരാം കേട്ടോ. അപ്പം നമുക്ക് MLAയുടെ പെർഫോമൻസ് ആണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാജി കൈലാസ് എഴുതിയ പടമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സുരേഷ് ഗോപിയുടെ പുല്ലേ അല്ല എന്നുള്ള മനസ്സിൽ വെച്ച് റിയൽ സംഭവമായി കണ്ടു തന്നെ നിങ്ങളിത് കാണണം കേട്ടോ. ചിലപ്പോൾ അതുമായിട്ടൊക്കെ ഒരു ചെറിയ ചായ കാച്ചൽ ഫീൽ ചെയ്തേക്കാം. അറസ്റ്റ് ചെയ്യപ്പെട്ട പേപ്പർ കാണിക്കോ? അറസ്റ്റ് ചെയ്യപ്പെട്ട പേപ്പർ കാണില്ലേ? നിയമമാണെന്ന് ചോദിച്ചുള്ളൂ. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക, അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നിയമപരമായിട്ടാണോ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. അതെ, നിയമപരമായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ നിന്റെ ഉണ്ടാകുക ഉണ്ടോ എന്ന് പുള്ളി പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ചോദ്യം ചെയ്തിട്ട് പുള്ളിക്കാരനെ അറസ്റ്റ് രേഖപ്പെടുത്തണോ വേണ്ടോ തീരുമാനിച്ചിട്ട് ഇതപ്പോൾ ആയിട്ടുള്ളൂ. ഈ പുള്ളിക്കാരനെ ഉച്ചയ്ക്ക് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ട് വൈകുന്നേരം വരെ ആയിട്ടും ഇദ്ദേഹത്തിൻ്റെ പേരിൽ അത് ഇദ്ദേഹത്തിന് വിട്ടയച്ചത് ഇതിലൊന്നുമില്ല, ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് MLA അങ്ങോട്ട് കയറി വരുന്നത്. ഇതിനകത്ത് നമുക്ക് തോന്നിയൊരു പ്രശ്നം, MLA ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച രീതി, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളുടെ കാഠിന്യം, അതൊക്കെ കുറച്ച് കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫോറസ്റ്റുകാരുടെ സൈഡിലെ തെറ്റെന്ന് പറഞ്ഞാൽ ചുമ്മാ വന്നിട്ട് വണ്ടിക്ക് കയറി പോടാ, ജയിലിൽ പോടാ, സ്റ്റേഷനിൽ പോടാ എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെതായൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പാലിച്ചിട്ടില്ല എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാം. ഒരുത്തന്നെ ചുമ്മാ വന്നിട്ട് പൊക്കെടുത്ത് കസ്റ്റഡി എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കുക. മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആയത് താന്റെ കാര്യം കാണിക്കാൻ തുടങ്ങിയേക്കുന്നു പോലീസാണെന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ?
കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. ഒരു ഭീഷണിയുടെ സ്വരം പോലില്ലേ അത്? ഇപ്പം എനിക്ക് മാത്രമാണ് തോന്നിയത് ഒരു MLA വന്നിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസിൽ അല്ലെങ്കിൽ പഠിച്ച് ജോലി നേടി ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ആളുകളോട് സംസാരിക്കുകയാണ്. കത്തിക്കും ഞാനിവിടെ, നക്സലുകൾ ഇറങ്ങും. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ നക്സൽ ബന്ധങ്ങൾ നമ്മൾ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള ഭീഷണിയുടെ സ്വരം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരോടൊക്കെ ഭീഷണിയാലേ ഇപ്പം നിൽക്കാൻ പറ്റും. ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക, ആരെ വന്നാക്കുന്നത്, എന്നിട്ട് പാവങ്ങളെ പിടിച്ചോണ്ടെങ്കിൽ പോരുക, എന്നിട്ട് നിങ്ങൾക്ക് യഥേഷ്ടം പ്രതിയാക്കുക. നിങ്ങൾ കർഷകരെ താഴെ ഇതിനകത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുന്നത് നീയൊക്കെ എന്നൊക്കെയാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ ഭരണഘടനാപരമായിട്ട് സമ്മതിച്ചു കൊടുക്കുന്ന കാര്യങ്ങളല്ല. അവർക്ക് കൊടുക്കേണ്ടതായ റെസ്പെക്ട് കൊടുക്കുക. അപ്പം MLA ക്ക് അദ്ദേഹത്തിൻ്റെ പവറുകളുണ്ട്, അത് ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെ ഒരു പോലീസ് പിടിച്ചുകൊണ്ട് പോയ ഒരാളെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നോ ഇവരോട് അപമര്യാദയായിട്ട് പെരുമാറാൻ സാധിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. MLA ചെയ്ത രീതി തെറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പുള്ളി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ MLA ഒക്കെ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ മണ്ഡലമോ, ഞാൻ ഏത് മണ്ഡലം എന്ന് ചോദിക്കുന്ന MLA മാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. സാറ് നമുക്ക് ഒത്തുതീർപ്പാക്കാന്ന്. എന്തിനാ ഒത്തുതീർപ്പാക്കുന്നത്? എന്തിനാ? അപ്പൊ അവിടെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ ഒത്തുതീർപ്പാക്കുന്നേ. ഈ പുള്ളിക്കാരനെ മെയിനായിട്ട് പിടിച്ചോണ്ട് വന്നത് ആന ഇവിടെ ചരിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടാ. ഈ ആനയ്ക്ക് സോളാർ അടിച്ചതെന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം കൃഷിക്ക് എടുത്തിരിക്കുന്ന ഒരു മുതലാളിയുണ്ട്. ആ മുതലാളിയുടെ JCB ഓപ്പറേറ്ററാണ് ഈ പുള്ളി. അപ്പൊ കിട്ടിയവനെ തൂക്കുക, നീയാണോടാ ആനെ കൊന്ന? അല്ല, ഠുമ്മു പറയണ, നീയാണോടാ ആനെ കൊന്ന? ആ സെറ്റപ്പൊക്കെ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ ഇദ്ദേഹത്തെ ചെയ്തു ഈ ഉദ്യോഗസ്ഥർ അങ്ങനെ പെരുമാറുന്നല്ല കേട്ടോ. അങ്ങനെ ഒരു പ്രസ്ഥാനം അല്ലെ, അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഇപ്പോഴും നിലവിലുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചത്. ബാക്കി പറയാമല്ലേ. ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തോളാം. നിന്നെ പഠിപ്പിക്കുന്ന ആരെന്ന് എനിക്കറിയാം, മനസ്സിലായല്ലോ? അതിന് വ്യക്തത വരുത്താം. എടാ, ഇവർക്ക് ആരെ ചത്തെങ്കിൽ അതിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങണ്ടേ? ഇലക്ട്രിസിറ്റിക്കാരെ പോയി പരിശോധിച്ചു, ഞാൻ അവരോട് സംസാരിച്ചു. ഒരു സാധ്യതയില്ല സാറേ എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ലേ. അതായത് അവിടെ കറണ്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ല. ഈ ബേസിക്കലി നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന സോളാറിന്റെ കറണ്ട് പോകുന്ന സാധനം ഉണ്ടല്ലോ, അതിനകത്ത് വരുന്ന വോൾട്ട് പ്രകാരം ഒരു മൃഗം ചാകാനുള്ള പോസിബിലിറ്റി അതിനകത്തില്ല. ഒന്ന് ഈ അടിച്ച് മാറും. ഇതാണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എക്സ്റ്റേണലി ഈ KCB വരുന്ന കറണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടിയ വോൾട്ട് പവർ കൊടുത്തതാണ് ഈ ഷോക്കേറ്റ് ആന ചരിയാനുണ്ടായ കാരണം. അപ്പോൾ അതാണ് ഈ പറയുന്നത്. KCBയോട് ചോദിച്ചു, അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കറണ്ട് വന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു നിഗൂഢത ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ ഈ സ്ഥലത്ത് വന്യജീവികളുടെ ഭയങ്കരമായ ശല്യമുണ്ട്. ആ ശല്യം കൊണ്ട് ചിലപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ചെയ്ത സാധനമാകാം കേട്ടോ. ഇത് അത് നമുക്കറിയത്തില്ല. അതൊക്കെ അന്വേഷണത്തിലല്ലേ തെളിയൂ. മറ്റൊരു സംഭവം, ആ പാവപ്പെട്ടവൻ അവൻ ആ നാട്ടുകാരനല്ല, പുള്ളിക്കാരൻ ഒരു തമിഴനാണ്. അവനെ പിടിച്ച് രണ്ട് ഗുമ്മുന്ന് ഗുമ്മിക്കഴിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടുകാരനെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻകുലാബ് സിന്ദാബാ പ്രതിഷേധം വരും. അതാണ് മറ്റൊരു സംഭവം. ഇദ്ദേഹത്തിന് ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞ പോലെ തോന്നുന്നു, ഇവിടെ നിനക്കിവിടെ എന്നാ സുഖമാടാ, നിനക്കൊക്കെ ഇവിടെ എന്നാ പണിയടാ, ഇറങ്ങി ഫീൽഡിൽ പോടാ. എൻ്റെ മാനേജറെ ഞാൻ സ്മരിക്കുന്നു ഈ സമയത്ത്. സാറേ, ഇവന്റെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി എനിക്ക് വേറൊന്നും വേണ്ട, നിയമപരമായി ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് ഞാൻ പോലീസിനെ വിളിച്ച് ആരംഭിക്കുവായിരുന്നു. ആരെങ്കിലും വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ MLAയുടെ പ്രകടനം നിങ്ങൾ കണ്ടോണം. ഇനിയും ആൾ ഭയങ്കര എളിമയിലാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം ഇതിനുശേഷം ചാനലിലേക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും പുള്ളിക്കാരെ ഭയങ്കര എളിമയില. ഞാനില്ല പോലീസിന്റെ സാന്നിധ്യത്തിൽ, ഞാനങ്ങനെ ബലപൂർവ്വം ഒന്നും കൊണ്ടുപോയിട്ടില്ല, പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് അറിയിച്ച് മഞ്ഞുവിട്ട് സംസാരിച്ചിറക്കിയെന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ പുള്ളിക്കാരൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുള്ളിക്കാരൻ്റെ ബാക്കി കാണാം. ഇനിയുള്ള പുള്ളിക്കാരൻ്റെ ഒരു അന്യനിൽ നിന്നും പുള്ളിക്കാരൻ ഇനി അമ്പിയിലേക്ക് മാറി നമുക്ക് കാണാം. എനിക്ക് ഭാഗമൊന്നും വേണ്ട, നിയമപരമായി സഹായം വേണം. ഈയിടെ അനധികൃതമായിട്ടാണല്ലോ ബസ് എടുത്തേക്കുന്നത്.
നമ്മളതിന്റെ പ്രൊസീജിയർ തുടങ്ങി. ആദ്യം അയാളോട് ചോദിച്ചിട്ട് അയാൾ അതിന്റെ ബില്ലിംഗ് ആയി അയാൾ പറഞ്ഞു, അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ളതാണെന്ന് പറഞ്ഞു. നമ്മൾ അതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നിലവിൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് അത് അയാളോടൊന്ന് ചോദിച്ച് അയാൾ അതിനകത്ത് എന്തെന്ന് ഇൻവോൾവ് ആവണമെന്ന് തോന്നിയതുകൊണ്ട് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഉന്നത ഉദ്യോഗസ്ഥനാണ് നിൽക്കുന്നത്, അവരെയൊക്കെ എഡ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരനെ ജയിപ്പിച്ച ജനങ്ങളോട് കൂറുണ്ട് എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി. ഇതിൻ്റെ ഒന്നും നിജസ്ഥിതി നമുക്കറിയില്ല കേട്ടോ. ഞാൻ പറയുന്ന ഒരു ഭാഷ തെറ്റിപ്പോകാൻ ശരിയാവും. ആ നിൽക്കുന്ന ആളോട്, അതായത് പൊതുജനത്തോട് അദ്ദേഹം മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. വളരെ മാന്യമായിട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ശുഭിതനാകേണ്ട സമയത്ത് അദ്ദേഹം ശുഭിതനായി. ഈ ശുഭിതം കറക്റ്റ് ആണോ ഇല്ലയോ നമുക്കറിയില്ല കേട്ടോ. അതൊക്കെ ഇനി പ്രൂവൺ ആവണം. നിയമപരമായിട്ടാണ് എന്നെക്കാട്ട് കൂടുതൽ അറിയാവില്ല. നമ്മൾ കൂട്ടുകൊണ്ടുവന്നിട്ട് മൊഴിയെടുത്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ആ ഡിവൈഎസ്പി അവിടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അതെ സാർ അതാണ് സാർ നമ്മൾ ഉദ്ദേശിച്ചത്. കൊള്ളാം. എന്തായാലും MLA എനിക്ക് അതിഭീകരമായി ഇഷ്ടപ്പെട്ടു. ഇനി ഈ സംഭവം വളരെയധികം ചർച്ചയായി. MLA ഫോറസ്റ്റ് ഓഫീസിൽ കയറി അക്രമം കാണിച്ചു, അതായത് എന്നൊക്കെയുള്ള ചർച്ചയായി. MLA ചാനലൊക്കെ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം MLA 20 മണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് നമുക്ക് വായിക്കാം കേട്ടോ. പാടത്തെ ഫോറസ്റ്റ് ഓഫീസിലെ സംഭവത്തെക്കുറിച്ച് തല പോയാലും ജനങ്ങളോടൊപ്പം. അത് വളരെ നല്ല കാര്യമാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു നല്ല കാര്യമാണ്. ഒരു MLA തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ MLAയോടൊക്കെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അന്തസ് വേണം ഇവിടെ, അന്തസ് എന്നൊക്കെ ചോദിച്ചോളെ. നിരന്തരം വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ ജനങ്ങൾ ഒരു പ്രതിഷേധം നടത്തുകയുണ്ടായി. അതിൽ പങ്കെടുക്കാനാണ് ആ ദിവസം അവിടെ എത്തിയത്. അപ്പോഴാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഗർഭിണിയായ ഭാര്യ വിളിച്ച് കഴിഞ്ഞ ദിവസം കാട്ടാന ഷോക്കേറ്റ് മരിച്ച കേസിൽ അവരുടെ ഭർത്താവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിലെടുത്ത വിവരം പറയുന്നത്. അപ്പോൾ തന്നെ ഉയർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു. പ്രദേശവാസികൾ പറയുന്നത് പ്രകാരം കാട്ടാന ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാത്രം 11 പേരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ 11 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികളോട് കാണിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ തോട്ടത്തിൽ നിന്നാണ് പിടിച്ചതെന്ന് ആനയ്ക്ക് ഷോക്ക് ഏറ്റെന്ന് മനസ്സിലായി. പക്ഷെ ഷോക്ക് ഏറ്റ സമയത്തും ആ സ്ഥലത്തിന്റെ ഉടമയല്ലേ ചോദ്യം ചെയ്യണ്ടേ? അതേസമയം അവിടെ നിൽക്കുന്ന JCB ഓപ്പറേറ്റർ ആയിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ പിടിച്ചോണ്ട് പോയതിനാന്ന് ഇതില്ല. മറ്റേ മുതലാളിയെ പിടിക്കാനുള്ള ഗട്സ് ഉണ്ടോ എന്നറിയില്ല. കാട്ടാനയുടെ മരണത്തിന്റെ മറവിൽ നാട്ടിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് സമീപ ദിവസങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന MLA അവിടെ പോയി സംസാരിക്കുന്ന സമയത്ത് ഓൾറെഡി പറയുന്നുണ്ട്, നീയൊക്കെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയാം എന്ന് പറയുന്നുണ്ട്. അതും എനിക്ക് മനസ്സിലായില്ല. ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA അദ്ദേഹത്തിന്റെ പരിധിക്കകത്തിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എതിരെ പ്രവർത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഗവൺമെന്റിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. തുടർന്നാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെയും കൂട്ടി പാടം ഫോറസ്റ്റ് ഓഫീസിൽ എത്തുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടാണ് ഇദ്ദേഹം അവിടെ എത്തിയത്. ഇദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അന്യായമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, നിന്റെ ഇൻഡാസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനിൽ അതില്ല, കൊണ്ടുവന്ന് ചോദ്യം ചെയ്തിട്ട് ഇനിയും വേണം നമ്മൾ അറസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ കടന്ന് എഴുതുന്നുണ്ടായിരുന്നു. ഒരു നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാവുന്ന സംഭവത്തിലാണ് നാട്ടിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് സാധാരണക്കാരനെ പ്രതിസന്ധിയിലാക്കുന്ന ഇടപെടലാണ് ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനകത്ത് 2 കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഇവിടെ ഒരു അപകടം നടന്നു, ഒരു ആന ചെരിഞ്ഞു, നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടെന്ന് കാണിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ആ മുതലാളിക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഒക്കെ ആയിരിക്കാം. ബാക്കി പോയി. പുറത്തു വന്ന വീഡിയോകളിൽ 1-2 പരാമർശങ്ങൾ മാധ്യമങ്ങൾ വിമർശിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. തീർച്ചയായിട്ടും അവിടെ വന്നിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ നെഞ്ചത്തോട്ട് മര്യാദ ഇല്ലാതെ കയറി കഴിഞ്ഞാൽ വിമർശിക്കും. അത്തരം പരാമർശങ്ങളല്ല ആ നാടും അവർക്ക് വേണ്ടി ഞാനും
ഉയർത്തുന്ന വിഷയമാണ് പ്രാധാന്യം. വളരെ നല്ല കാര്യമാണ്. ഒരു MLA ആ സ്ഥലത്തുള്ള ജനങ്ങളുടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യങ്ങളാണ്. ഇവിടുത്തെ പല MLA-മാരും ബലം നോക്കിയിട്ടാണ് ഇടപെടുന്നത്. അങ്ങനെ നോക്കാതെ ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ട്, അതും അന്യസംസ്ഥാന ജോലിക്കാരന് വേണ്ടിയിട്ട് ഇടപെട്ടത് നല്ല കാര്യമാണ്. ഇനി അവിടുത്തെ മുതലാളിയായിട്ട് ഈ MLA-ക്ക് വലിയ ലിങ്ക് ഉണ്ടോ നമുക്കറിയത്തില്ല. ഇതെല്ലാം നമ്മൾ ചിന്തിക്കണമല്ലോ. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സമീപനത്തിൽ പല തീവ്ര സംഘടനകളും ജനങ്ങൾക്കിടയിലൂടെ ദുഷ്പ്രചാരണം നടത്തി മുതലെടുക്കാനാണ് ശ്രമിക്കുന്ന മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തേണ്ടി വരുന്നത്. ഇതിപ്പോ നമ്മുടെ മൂക്കിന്റെ കീഴിലുള്ള സ്റ്റേഷനിൽ എന്തെങ്കിലും ആട്ടെ, ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് നയിക്കും, തല പോയാലും ജനങ്ങൾക്കൊപ്പം. KU ജനീഷ് കുമാർ MLA എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, ഈ MLA ജനങ്ങൾക്ക് വേണ്ടി നെഞ്ചും വിരിച്ച് നിന്നു, ഞാൻ ജനങ്ങൾക്കൊപ്പം നിന്നു എന്ന കാര്യത്തിന് അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. പല ആളുകളും കാണിക്കാത്തൊരു ധൈര്യമാണ് അദ്ദേഹം കാണിച്ചത്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ ഈ ഫോറസ്റ്റ് ഓഫീസിൽ കാണിച്ച അദ്ദേഹത്തിന്റെ പ്രകടനം കുറച്ച് കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. നമുക്ക് അവർക്കും ഒരു റെസ്പെക്ട് കൊടുക്കേണ്ട റെസ്പെക്റ്റ് എങ്കിലും മിനിമം കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്. ഏതായാലും ഇദ്ദേഹത്തെ നമുക്ക് തൽക്കാലം MLA എന്ന് സിബിന് ചെയ്യാം. കൂടുതൽ പോക്കൽ അറിയാം ഈ സ്ഥല ഉടമ, അതായത് കമ്പി കെട്ടിയ സ്ഥല ഉടമയായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിപ്പോഴും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്താൻ. മറ്റൊരു ആയിട്ട് വന്നേരം.